എറണാകുളം വൈറ്റിലയിലേക്കാണ് പോകുന്നത്. അവിടെ വൈറ്റില മേൽപ്പാലത്തിന്റെ നിർമ്മാണം അശാസ്ത്രീയമെന്ന ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിന്റെ പ്രസ്താവന ഗൗരവതരമെന്ന് എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്. പാലാരിവട്ടം പാലത്തിന്റെ പേര് പറഞ്ഞ് സമരം ചെയ്തവരാണ് CPM. ഒരു പാലത്തിന്റെ പേരിൽ സമരം ചെയ്തവർ മറ്റൊരു പാലം പണിത് ജനങ്ങളെ പറ്റിക്കുന്നുവെന്നും ഈ വിഷയത്തിൽ CPM മറുപടി പറയണമെന്നും മുഹമ്മദ് ഷിയാസ് പറഞ്ഞു. പാലം പണിത ഒന്നാം പിണറായി സർക്കാരിന് ഗതാഗത കുരുക്കിന് പരിഹാരമുണ്ടാക്കാനായില്ലെന്നും പ്രതിഷേധം ശക്തമാക്കുമെന്നും മുഹമ്മദ് ഷിയാസ് മീഡിയ വണ്ണോട് പറഞ്ഞു. സർക്കാർ ഖജനാവിൽ നിന്ന് ഏകദേശം 100 കോടി രൂപയോളം ചെലവ് ചെയ്തിട്ടാണ് ഈ പാലം പണിതിട്ടുള്ളത്. അപ്പൊ അത്രയധികം പണം ചെലവഴിക്കുമ്പോൾ ജനങ്ങൾക്ക് അതുകൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാകണമായിരുന്നു. ആ ഉപകാരം ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ആ പാലം പൊളിച്ചു കളയണം, അതിന്റെ തൂണുകളെല്ലാം തകർത്ത് പുതിയ രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയാൽ മാത്രമാണ് അതുകൊണ്ട് ഉപകാരം ഉണ്ടാവുകയുള്ളൂ എന്ന് ഗതാഗത മന്ത്രി പറയുമ്പോൾ അന്നത്തെ പൊതുമരാമത്ത് വകുപ്പും അന്നത്തെ സർക്കാരിന്റെയും പ്രവർത്തനങ്ങൾ ശരിയല്ല എന്നുള്ളതാണ്. അത് ദുർവ്യയമായിട്ടാണ് ഈ പണം ചെലവ് ചെയ്തത് എന്നുള്ളതാണ് മന്ത്രിയുടെ വാക്കുകളിലൂടെ നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇത് ഗൗരവതരമായിട്ടുള്ള ഒന്നാണ്. പാലാരിവട്ടം മേൽപ്പാലത്തിന്റെ പേരിൽ ക്രമക്കേടുണ്ട് എന്ന് ആരോപണം ഉന്നയിച്ച് നിരവധി സമരം നടത്തിയ എറണാകുളത്തെ CPM ഇതിന് മറുപടി പറഞ്ഞേ മതിയാവുകയുള്ളൂ. ഒരു പാലത്തിന്റെ പേരിൽ സമരം ചെയ്തവർ തൊട്ടടുത്തുള്ള ഒരു പാലം നിർമ്മിച്ച് ജനങ്ങൾക്ക് ഒരു ഉപകാരവുമില്ലാതെ ആ പാലം ദുർവ്യയമായി പണം ചെലവ് ചെയ്ത് പാലം ഉണ്ടാക്കി എന്നുള്ള ക്രെഡിറ്റ് മാത്രം ഏറ്റെടുത്തപ്പോൾ നഷ്ടപ്പെട്ടത് ജനങ്ങളുടെ പണം മാത്രമാണ്. ജനങ്ങളുടെ ഗതാഗത കുരുക്കിന് ഒരു പരിഹാരവും ഉണ്ടായിട്ടില്ല. അത് വീണ്ടും തുടരുകയാണ്. ഇതിനെതിരായിട്ടുള്ള ശക്തമായ പ്രതിഷേധം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. സിജോ വർഗീസ് വിശദാംശങ്ങൾ നൽകും. സിജോ, LDF സർക്കാർ തന്നെ നിർമ്മിച്ച ഒരു മേൽപ്പാലം പൊളിച്ചു കളയണമെന്ന് LDF സർക്കാരിലെ തന്നെ മറ്റൊരു മന്ത്രി പറഞ്ഞത് നിശ്ചയമായും പ്രതിപക്ഷത്തിന് ലഭിച്ച വലിയൊരു ആയുധമാണ്. എങ്ങനെയാണ് ഈ വിഷയം പ്രതിപക്ഷം പ്രത്യേകിച്ച് കോൺഗ്രസ് നോക്കിക്കാണുന്നത്? ഏതെല്ലാം തരത്തിലുള്ള നീക്കങ്ങളുണ്ട്? സൈഫുദ്ദീൻ ദിവ്യ, അതായത് വൈറ്റില മേൽപ്പാലം നിർമ്മാണത്തിൽ അപാകതയുണ്ട്, അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കണം, അതിനായി 1.5 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ടെന്നായിരുന്നു മന്ത്രി KB ഗണേഷ് കുമാർ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അതിന് പിന്നാലെ അതൊരു വലിയ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുകയാണ് കോൺഗ്രസ്. പ്രത്യേകിച്ച് പാലാരിവട്ടം പാലത്തിന്റെ അഴിമതിയെല്ലാം ഉന്നയിച്ച് അന്നത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞിനെ പ്രതിക്കൂട്ടിലാക്കി വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളാണ് CPM നടത്തിയത്. അതിന് പിന്നാലെയാണ് പിന്നീട് ഈ വൈറ്റില മേൽപ്പാലവും ഒപ്പം തന്നെ കുണ്ടന്നൂർ പാലങ്ങളെല്ലാം തന്നെ പണിയുകയും ചെയ്തിരിക്കുന്നത്. ആ പാലം പണിയുന്ന സമയത്ത് വലിയ രീതിയിലുള്ള എതിർപ്പ് നാട്ടുകാരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അതിനെ തുടർന്ന് പാലം പണിത ശേഷവും ഇതുമായി ബന്ധപ്പെട്ട് അപാകതകൾ ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടി വിദഗ്ധരടക്കം രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളെല്ലാം നടത്തുകയും ചെയ്തിട്ടുണ്ട്. മന്ത്രി KB ഗണേഷ് കുമാർ ഒപ്പം തന്നെ P രാജീവ് ഉൾപ്പെടെയുള്ളവർ വൈറ്റിലയിലെത്തി ഈ കാര്യങ്ങളെല്ലാം തന്നെ നേരിട്ട് കണ്ട് ഇതിൽ എന്തൊക്കെയാണ് ഭേദഗതികൾ വരുത്തേണ്ടത് എന്ന അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തതാണ്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് മറ്റ് തുടർ നടപടികളൊന്നും ഉണ്ടായില്ല. 100 കോടി രൂപയോളം വകയിരുത്തി നിർമ്മിച്ച ഒരു പാലം അത് പിന്നീട് അതിന്റെ അപാകതകൾ മാറ്റുന്നതിന് വേണ്ടി പിന്നീട് 1.5 കോടി മുടക്കുന്നു. അത് എത്രമാത്രം ഫലപ്രാപ്തിയിലെത്തും എന്ന കാര്യത്തിൽ അവ്യക്തതയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഉയർത്തുന്ന ഒരു ആരോപണം. എന്തായാലും വലിയ രീതിയിൽ പാലാരിവട്ടം പാലത്തിന്റെ പേരിൽ പ്രക്ഷോഭം ഉയർത്തിയ CPM ഇക്കാര്യത്തിൽ എന്താണ് മറുപടി പറയുക? ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് കൊട്ടിഘോഷിച്ച് ഉദ്ഘാടനം നടത്തി പാലാരിവട്ടം പാലത്തിന്റെ പോലെ അല്ല, പോരായ്മകൾ ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് വൈറ്റിലയിലെ ഗതാഗത കുരുക്കിന് പരിഹാരം ഉണ്ടാകും എന്ന രീതിയിൽ കൊണ്ടുവന്ന ഒരു പാലമാണ്. മേൽപ്പാലം ഉൾപ്പെടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ എന്തായിരിക്കും CPMന്റെ ഒരു നിലപാട് എന്നാണ് കോൺഗ്രസ് പ്രധാനമായും ചോദിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട തുടർ പ്രക്ഷോഭങ്ങളിലേക്ക് കടക്കാനുള്ള നീക്കം പ്രധാനമായും കോൺഗ്രസ് നടത്തുന്നുണ്ട്. എന്തായാലും വലിയ ഒരു ജംഗ്ഷനാണ് കൊച്ചിയെ സംബന്ധിച്ച്, വലിയ രീതിയിലൊരു ജംഗ്ഷനാണ് വൈറ്റില എന്ന് പറയുന്നത്. വൈറ്റിലയിൽ മെട്രോ സ്റ്റേഷനുണ്ട്, ഒപ്പം തന്നെ വൈറ്റില ഹബ്ബ് ബസ് സ്റ്റാൻഡുണ്ട്, ഒപ്പം തന്നെ പല ഭാഗങ്ങളിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ, കാൽനട യാത്രക്കാർ ഉൾപ്പെടെ ഉള്ളവരുണ്ട്. പക്ഷെ ഇവർക്കൊന്നും അവിടെ യഥാവിധം സഞ്ചരിക്കാത്ത വിധത്തിൽ ഉള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ മേൽപ്പാലത്തിന്റെ കീഴിൽ എന്തായാലും നിർമ്മാണം അശാസ്ത്രീയമെന്നാണ് ആരോപണം ഉയരുന്നത്. എന്തായാലും പാലാരിവട്ടം പാലത്തിന്റെ പേരിൽ സമരം ചെയ്തവർ മറ്റൊരു പാലം പണിത് ജനങ്ങളെ പറ്റിച്ചു എന്നാണ്. മറ്റൊരു പാലാരിവട്ടമാവുകയാണ് അല്ലേ? അതെ.